ആ കുറച്ച് കുറച്ച് വെച്ചൊരു സാമ്പാർ വേണോ? അതെ അവിടെ അമ്മയ്ക്ക് ഇരിക്കണ്ട. എളംകുളം ശ്രീ വിഷ്ണു ശാസ്ത്ര ക്ഷേത്രം. ബാക്കിയൊന്ന് പറയുമ്പോ പാത്രമൊക്കെ ഞാനാണ്. ദൈവം ദീപ ചേച്ചി വന്നിട്ടില്ല, അവരൊക്കെ അറിഞ്ഞിട്ടില്ല. ഏകദേശം അതുപോലെയാണ് നമ്മൾ തയ്ച്ചു തന്നത്. സുന്ദ ചേച്ചി നല്ല അടിപൊളിയായിട്ട് എനിക്ക് തയ്ച്ചു തന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ ഈ ബ്ലൗസ്. അപ്പഴേ ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് സമയം 7:30 കഴിഞ്ഞു കേട്ടോ. ഇന്ന് സൺഡേ ആണ്. നല്ല തണുപ്പുണ്ട് കേട്ടെന്ന്. ഇന്നലെയൊക്കെ മഴയായിരുന്നു. അപ്പൊ ഗുഡ് മോർണിംഗ്. എന്താ പറയാ, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകമുള്ള ദിവസമാണ് കേട്ടോ. എൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചിൻ്റെ 56 അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ നമ്മുടെ ഹോളിലേക്ക് വിനായകയിലാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു വ്ളോഗായിരിക്കും. നമ്മൾ റെഡി ആവണതും പോണതും ഒക്കെ ആയിട്ടുള്ള റെഡിയാണ്. അപ്പോൾ ഇന്ന് സൺഡേ വ്ളോഗും കൂടിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അപ്പൊ അത് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ചമ്മന്തി. അപ്പൊ അതും കൂട്ടിയാണ് നമ്മൾ ഇന്ന് കഴിച്ചിട്ട് ഇന്നിപ്പോ നമുക്ക് എന്താ പറയാ, റെഡിയാവാൻ കുറച്ച് സമയം വേണമല്ലോ. ഞാൻ സാരിയൊക്കെ ഇട്ട് കൊടുക്കണത്. അപ്പൊ ഇനി 8 മണിയാകുമ്പോൾ നമുക്ക് വേഗം ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് പോണം. ലച്ചു എണീറ്റ് വന്നിട്ടുണ്ട്, സൈതേട്ടൻ എണീറ്റിട്ടില്ല. എണീറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സൈതേട്ടൻ നല്ല ലൈറ്റ് ആയിട്ടായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. അച്ഛനും എണീറ്റാ? ഞാൻ വരുമ്പോ രണ്ടാളും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സൈതേട്ടൻ എണീറ്റ് ബ്രഷ് ചെയ്യണേട്ടാ. അപ്പൊ വേഗം നമുക്ക് ക്യുക്കായിട്ട് റെഡി ആയിട്ട് വീട്ടിൽ പോകാൻ നോക്കാം. ചായ കുടിക്കൽ പരിപാടി സൈതേട്ടൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ്. ഈ ഇഡ്ഡലി ഉണ്ടല്ലേ, ഇതൊരു ബേസ് ഭക്ഷണമാണ്. ഇത് വെച്ച് പലതും ഉണ്ടാക്കാം, മനസ്സിലായ? ഫ്രൈ ചെയ്ത് ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തൂടെ അവൾക്ക്? ഒരുപാട് സാധനങ്ങൾ അച്ഛൻ ഉണ്ടാക്കി തരൂട്ടാ. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. സമയം 8:30. ഒന്നും അങ്ങോട്ട് വിശക്കാത്തോലെ. എനിക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നും കഴിക്കാൻ തോന്നൂല. എന്താണെന്നറിയില്ല. അവിടെ ചെന്നിട്ട് കഴിക്കാനാ? അതൊന്നും അല്ല. ഞാൻ എന്തായാലും 2 പാത്രം എടുക്കണുണ്ട്. പായസം ബാക്കിയൊന്നും എടുത്തിട്ട് വരാലോ എന്നാണ് എന്റെ മനസ്സിൽ. വേറെ കറികളൊന്നും വേണ്ട. എന്നാ ചെയ്തിട്ടും ഞാൻ ഇവിടെ കൊണ്ടുവന്നാ കഴിക്കരുത്. 200 വരെ വിളിച്ചിട്ടുണ്ട്. ചിലവരൊന്നും വരൂല്ലല്ലോ ഇതട്ടെ. എന്നാലും ഒരു 200 വരെ സദ്യ തന്നെ അവർക്ക് എക്സ്ട്രാ വെക്കും. ചിലർ ഷുഗർ ഒക്കെ ഉള്ള ഒരു പായസം കുടിക്കുന്നു. ബാക്കി വന്നാൽ നമ്മുടെ പരിപാടിയല്ലേ. നമുക്ക് അന്ന് അവളുടെ എൻഗേജ്മെന്റിന് ഇതുപോലെ ഒരുപാട് പായസമൊക്കെ ബാക്കി വന്നു. പരിപ്പ് പായസവും. അത് നമ്മുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ടായില്ല എടുത്തിട്ട് പോരാനായിട്ട്. അപ്പൊ ഞാൻ നമ്മുടെ വണ്ടിക്കല്ലേ, നമ്മുടെ പരിപാടിയല്ലേ. അപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാക്കി വന്ന അയ്യോ പാത്രം എടുത്തിട്ടില്ലല്ലോ അങ്ങനെ വേണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ 2 പാത്രം അന്ന് ഞാൻ 9ാം മാസം കാണാൻ വേണ്ടി പോയപ്പം അമ്മ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായി 2 വലിയ പാത്രം. അത് മുകളിലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിയില്ലടാ. പരിപ്പ് പായസം എന്തായാലും ഉണ്ടാവും. ഇപ്പൊ 2 ദിവസം തൊട്ട് മഴയല്ലേ. നമുക്ക് ഒരു 9 മണിയാകുമ്പോ കുളിക്കാനൊക്കെ തുടങ്ങി. അമ്മക്ക് സാരിയൊക്കെ കൊടുക്കണ്ടേ. എന്നാലും അച്ഛൻ ചോദിക്കണ്ടേ എത്ര മുഴം വേണം പറഞ്ഞോ.
ഒന്നും നോക്കണ്ട. ചീനന് 4 മുഴം മതി. 4 മുഴം മതിയാ പറഞ്ഞോ. അവള് 10 മുഴം മേടിക്കുന്നത്. ഞാൻ പറഞ്ഞത് അവന് ഇപ്പൊ ഓണോ ഇതുകൊണ്ട് ആവാരണ സീസൺ ആവുമ്പോ പൈസ വിടൂലേ. അവനെ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞ അച്ഛ ചോദിച്ചിട്ട് വാങ്ങട്ടാ. എന്നിട്ട് രാവിലെ ചിലപ്പോഴേ 4 മുഴം 2 മുഴം. അതുപോലെ അച്ഛന് അന്നൊരു ദിവസം ലിസ്റ്റ് ഒക്കെ എഴുതി പോയിട്ടാ പച്ചക്കറിയിടാ. അതെന്തൊക്കെയാണ് അമ്മനെ പച്ചമുളക് വേണ്ടാട്ടാ, ഉരുളക്കിഴങ്ങ് അതൊക്കെ വേണം. കൊണ്ടുവന്നപ്പോ എന്താന്ന് പറയുക, ക്യാപ്സിക്കം, പച്ചമുളക്. അപ്പൊ അമ്മ ചോദിച്ചു ഇവിടെ ക്യാപ്സിക്കം കൊണ്ട് നമ്മളൊന്നും ഉണ്ടാക്കാറില്ലല്ലോ, അത് എനിക്ക് വാട്ടി തന്നാ മതി. അമ്മ അതെനിക്ക് തന്നിട്ട് എന്നിട്ട് മുളക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി, മുളക് കുറെ. എന്നിട്ട് ഇന്നലെ അമ്മ പറഞ്ഞേ എന്തായാലും ഇനി പരിപാടിയൊക്കെ അല്ലേ, 2 കൂട്ടം പച്ചക്കറി വാങ്ങിയാൽ മതി. എന്നിട്ട് ഇതിലൊരു ചോക്ക് പച്ചക്കറി. അതാണ് അച്ഛൻ. ഭയങ്കര ടെൻഷൻ സാരിയെ കൊടുത്ത്. അല്ല എനിക്ക് ഒരുങ്ങണ കാര്യം ഓർത്തിട്ട് ഞാനൊരുങ്ങണ്ടേ. ചെയ്തതിന് സുഖമല്ല പാൻറ്റും ഇത് എടുത്തിട്ട് വന്നാല്. കുഞ്ഞിന്റെ വല്യമ്മ എന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് പോണം, അല്ലാതെ തീരെ വിശപ്പില്ല ടെൻഷൻ കാരണം. വേണ്ടല്ലോ വെച്ച് കുട്ടാ. കൊച്ചു നല്ല ഉണ്ണിക്കുട്ടന്റെ ഒച്ച ഇട്ടിട്ട് കരയണം. അപ്പൊ അത് ഞങ്ങള് റെഡിയാവാനായിട്ട് പോവാണ് കേട്ടാ. അപ്പൊ ആദ്യം തന്നെ ലച്ചു പെയർ ചെയ്യുന്നത് കാണിക്കാം. ലച്ചു ഇടണത് ഇങ്ങനത്തെ ഒരു ടോപ്പാണ് കേട്ടാ. ഈ ഒരു ടോപ്പാണ് ഇടണത്. പിന്നെ വന്നിട്ട് ഈ ഒരു ലെഗിൻസ്. ഈ ലെഗിൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടാ, ഭയങ്കര കംഫർട്ടാണ്. ഇതിന്റെ ഒരു പിങ്കിഷ് ഒക്കെ ഇരിക്കണുണ്ടായിരുന്നു, നല്ല രസമാണ്. ഒരു ഗോൾഡൻ ആണ്, ചെറിയൊരു തിളക്കമൊക്കെ ഉണ്ട്. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് ലച്ചു ഇടണത്. പിന്നെ ലച്ചുവിന്റെ ബാംഗിൾസ് അതിന്റെ കൂടെ ഇടണത് ഈ ഒരു ബാംഗിൾസ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല മാച്ച് ആയിട്ടാണ് കേട്ടോ കിട്ടിയേക്കണത്. പിന്നെ ലച്ചു ഈ ഒരു ഇയറിങ്സ് ആണ് തന്നെ ലച്ചു. ഇതും ലച്ചു ഇടുന്നത് കേട്ടാ, ഈ 2 എണ്ണം നല്ല രസമില്ലേ. പിന്നെ ഇതാണ് വള. ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ. ലച്ചുവിനെല്ലാം നല്ല ഇതിന് കിട്ടിയിട്ടുണ്ട്. താത്തി പിടിക്കണം എന്നാലേ കാണുള്ളൂ. ഓക്കെ, കമ്മല് കണ്ട ശരിക്കും പറഞ്ഞ എന്താന്നറിയോ, ഞാനേ കാണിക്കുമ്പോഴത്തേക്ക് അന്നാള് ഒരു വീഡിയോ എടുത്തപ്പോ എനിക്ക് അറിയില്ല എത്രത്തോളം വരുന്നുണ്ട്. ഇതാണ് കമ്മല് കണ്ണില്. പിന്നെ ലച്ചുവിന്റെ സ്ലൈഡ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലൈഡ്. ഇനി ഞാൻ സേതുവേട്ടന്റെ ജീൻസ് ഞാൻ കാണിക്കണില്ല. ഇതാണ് സേതുവേട്ടൻ ഇടാൻ വേണ്ടി പോണത് കേട്ടാ. എല്ലാരും ഈ ഒരു കളറാണ് കേട്ടാ വന്നേക്കുന്നത്. വീട്ടിലെ അച്ഛനും അമ്മയും അനിയത്തിയും കുഞ്ഞുമാവയും ലച്ചും എല്ലാം, ഞാൻ മാത്രം ഓട്വണ്ണായിട്ട് നിൽക്കണുള്ളൂ. ഇതും ഒരു ജീൻസും ആണ് സേതുവേട്ടൻ ഇടാൻ വേണ്ടി പോണത്. സോറി, ലച്ചുവിന്റെ ചെരുപ്പിട്ടാ. ലച്ചു ഈ ചെരുപ്പാണ് ഇടാൻ വേണ്ടി പോണത്. ലച്ചുവിന് കുറെ അന്വേഷിച്ചിട്ട് ലച്ചുവിന് കിട്ടിയതാണ് ഈ ഒരു സിമ്പിൾ എന്നാ ഒരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ ലുക്കും ഉണ്ട് കേട്ടോ ഈ ഷൂവിന്. സൂപ്പറാണല്ലേ. ഇനി ഞാൻ ഈ ഒരു സാരിയാണ് ഉടുക്കാൻ വേണ്ടി പോണത്. എന്തായാലും നോർത്തണം. ഇതാണ് ഇതിന്റെ മുന്താണി വന്നിട്ട് കേട്ടാ, പല്ലു. വെറും പ്ലെയിൻ ആണ്. ഇതാണ് നമ്മുടെ സാരി വന്നിട്ട് കേട്ടാ. ഇതാണ് ഞാൻ പെയർ ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ അതിന്റെ ബ്ലൗസ് ഞാനൊരു പ്രത്യേക രീതിയിലാണ് തയ്പ്പിച്ചേക്കണം. നമ്മുടെ ആശാശരത്ത് ഒരു പരിപാടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെയാണ് നമ്മൾ തയ്ച്ചു തന്നത്. സുന്ദർ ചേച്ചി നല്ല അടിപൊളിയായിട്ട് എനിക്ക് തയ്ച്ചു തന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ ഈ ബ്ലൗസ്. ഇവിടെ ഇതൊക്കെ കൊടുത്ത് ഞാൻ ചേച്ചി ആശാശരത്ത് ഇവിടെ ലൈസാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു വേണ്ട മോളെ, അത് മാച്ച് ആവൂല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കസവ് തന്നെ ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ ഞാൻ ഇടാൻ വേണ്ടി പോണ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഞാനും ഒരു ഷൂ ആണ് എടുത്തേക്കണത്.
അധികം തിളക്കവും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് എടുത്തേക്കുന്നത്. ഒരു ഗ്ലോസി ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ ഇടക്കിടക്ക് നോക്കുന്നുണ്ട്, എനിക്ക് അപ്പുറത്തെ മിററിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക്. ഞാൻ വേറെ റെഡി ആവട്ടെ. പിന്നെ ഞാൻ ജ്വൽസ് ഒക്കെ ഗോൾഡ് ഓർണമെന്റ്സ് ആയിരുന്നത്, അതുകൊണ്ട് ഞാനൊന്നും കാണിക്കണില്ല, എല്ലാം കഴിയുമ്പോഴത്തേക്കും കാണിക്കാം. പിന്നെ വേറൊരു ഇതുണ്ട്, അയ്യോ മാറിപ്പോയി. വേർ ഈസ് മൈ ബാഗ്? എനിക്ക് എന്റെ സിസ്റ്റർ തന്നതാണ് കേട്ടോ, കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക്. അപ്പം അത് ഞാൻ നോക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ നോക്കിയാ മോനെ, ഇത് ക്യാമറയിൽ കറക്റ്റ് വരുന്നുണ്ടോന്ന്? വരാം. ഇങ്ങനെ ഉണ്ട് ഇതിരിക്ക, ഇങ്ങനെ ഉണ്ട് ഇതിരിക്കണത്. ഭയങ്കര നല്ല എന്താ പറയാ, ക്രീമി ടെക്സ്ചറാണ്. പിന്നെ അതിൻ്റെ അത് തുറക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നോക്കിയേ നല്ലൊരു പ്രിന്റ് ഒക്കെ വരുന്നുണ്ട്. കാണുന്നുണ്ടോ വീഡിയോയില്? ഇതാണ് കേട്ടാ, ഞാൻ നോക്കട്ടെ, ഞാൻ ഇങ്ങനെ കാണിച്ചത്. അതേ കണ്ടാ, നല്ലൊരു പ്രിന്റ് ഒക്കെ വന്നേക്കണ കണ്ടാ, നല്ല സൂമ. ദേ അതും നല്ല മണവുമാണ് കേട്ടാ. നമുക്കിത് മിഠായിന്ന് ഓർത്തിട്ട് ചോക്ലേറ്റ് ആണെന്ന് കടിച്ച് തിന്നാൻ തോന്നുന്നു. അപ്പൊ ഞാൻ ഇതാണ് തന്നിടണത്. അപ്പൊ അവൾ ഇന്നലെ എനിക്ക് പോയപ്പോ തന്നതാണ്, കെ ബ്യൂട്ടിയുടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബ്രാൻഡ് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ഞാൻ വേഗം കുളിച്ച് റെഡി ആവട്ടെ. സാരിയൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് സമയം. അയ്യോ വാ. അപ്പൊ അതേ ഇങ്ങനെയാണ് കേട്ടാ, ഞങ്ങള് റെഡി ആയി കഴിഞ്ഞ് പോകാൻ വേണ്ടി പോണേണ്. സാരി എങ്ങനെയുണ്ട്? ഇതേ ഇവിടെ ഇങ്ങനെ വിടർന്ന് പോണു. ലച്ചുവിന്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് വേഗം ഊബറിന് പോവും. ചെയ്തോന്നൊക്കെ അത് കഴിഞ്ഞിട്ടാട്ടാ വരുള്ളൂ. ഭാഗ്യത്തിനൊന്നും മഴയൊന്നും പെയ്യണില്ല. മഴ നാടി ചെയ്തു. ഞാൻ ഇതും കൂടി എടുക്കട്ടെ, തൈര് ചെയ്തിട്ട് ഇനി ഊബർ ബുക്ക് ചെയ്തോട്ടാ. ഇത് കണ്ടാ, സേതുവേട്ടൻ റെഡി ആയിട്ടില്ല. സേതുവേട്ടൻ റെഡി ആയിട്ടില്ല കേട്ടാ. വരും സേതുവേട്ട, അച്ഛനും അമ്മേനെയൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും കൂടെ ഓട്ടോയിൽ കയറിയിട്ടാ. സേതുണ്ണക്ക് പതുക്കെ വരുള്ളൂ, ഞാൻ വേഗം വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമുക്കിനി അവിടെയൊക്കെ ചെന്നിട്ട് ഹോളിലൊക്കെ ചെന്നിട്ട് കാണാം. എത്രയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. പറ്റണ പോലെ ഞാൻ വീഡിയോ ചെയ്യും. പിന്നെ ചിലപ്പോ വീട്ടിൽ വന്നിട്ടായിരിക്കും ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ ഞങ്ങള് വേഗം പോട്ടെ. അപ്പൊ ഇതാ ഞാൻ വീട്ടിലെത്തി. എല്ലാരും ഭയങ്കരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടാ. എല്ലാം റെഡിയായി, നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഓരോ എന്താ പറയാ തിരക്കിലാണ്. സാരി ഉടുക്കലും മേക്കപ്പും. പിന്നെ ദേ എല്ലാരും വന്നിട്ടുണ്ട്. സേലത്തെ മാമ്പഴം ഒക്കെ ഉണ്ട്. ദീപ ചേച്ചീനെ അമ്മായി സാരി ഉടുപ്പിക്കുന്നത്. പിന്നെ അമ്മായിയുടെ ഫ്രണ്ട് എന്റെ സബ്സ്ക്രൈബറും കൂടിയാണ് അല്ലേ? അങ്ങനെ ദേ ലച്ചി അവിടെ അത് കേട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. ഇന്നെന്താന്ന് അറിയില്ല കേട്ടാ. ഭാഗ്യത്തിന് വലിയ മഴയൊന്നുമില്ല. നമുക്ക് എന്റെ അമ്മ, ഇതെന്റെ അമ്മ. നോക്കട്ടെ. ഹായ് സുന്ദരി കുട്ടി. അത് ഞങ്ങളുടെ അണ്ണനൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കേശു അണ്ണൻ, അശോകൻ മാമൻ, എന്റെ വേറൊരു സബ്സ്ക്രൈബർ അല്ലേ. എല്ലാരും ടി വി കാണുന്നുണ്ടാ. ഭയങ്കര ബിസിയാണ് എല്ലാരും. ഇനിയിപ്പൊ തന്നെ നമുക്ക് റെഡി ആയിട്ട് ഹോളിലേക്ക് എത്താറായിട്ടുണ്ട്. സേതുട്ടൻ വന്നിട്ടില്ല, വരും. സേതുട്ടൻ വന്നിട്ട് വേണം എനിക്കും ഒക്കെ ഹോളിലേക്കൊക്കെ പോകാനായിട്ട്. സേതുട്ടൻ അമ്മയെ അച്ഛനെയൊക്കെ ആയിട്ട് ഹോളിലേക്ക് പോയിട്ട് വരാം. വിട്ടിട്ട് വരാം. അതെ, ദീപ ചേച്ചിനെ എല്ലാരും കൂടി ഒരിക്കലാണ് കേട്ടാ. അച്ഛൻ റെഡി ആയിട്ടുണ്ട്.
എല്ലാരും ഒരു ക്രീം കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നേക്കണത്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ട് ആ ഹോളിലെത്തി. അമ്മയൊക്കെ വരണുള്ളൂ, ഞാനും ലച്ചും എല്ലാരും കൂടി കുഞ്ഞാവയൊക്കെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ വരണുള്ളൂ കേട്ടാ. നമുക്ക് പയ്യെ പയ്യെ ഓരോരുത്തരെ കാണിക്കാം. ഇതൊക്കെ നമ്മുടെ സ്വന്തം ആന്റിയാണ് കേട്ടോ. എന്റെ വീഡിയോ ഒക്കെ കാണുന്ന ആന്റിയാണ് സൈജ ആന്റി. ബ്ലൂ കളറിലെ സാരി എടുത്തിരിക്കുന്ന ആന്റി എന്റെ വീഡിയോ ഒക്കെ കാണുന്ന ആന്റിയാണ്. ഇവരൊക്കെ ഞങ്ങളുടെ ഒരു ഫാമിലി പോലെയുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. അതിന് നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ എത്തണുള്ളൂ. നമ്മൾ സമയം പറഞ്ഞേക്കുന്നത് 11:30 ആണ് കേട്ടോ സമയം ഫംഗ്ഷൻ ഒക്കെ തുടങ്ങണത്. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഹോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങളുടെ ധ്രുവാണിത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറെ പേര് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. ഞങ്ങള് കഴിച്ചിട്ടില്ല കേട്ടാ. ഇനി കുഞ്ഞ് പാല് കുടിക്കാൻ പോയി. കുഞ്ഞിന് ഇനി അടുത്തൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ഫോട്ടോ സെഷനും കൂടി ഉണ്ട്. കുറേ പേരെ കണ്ടിട്ട് എന്റെ വീഡിയോ കാണുന്ന കുറെ ആന്റിമാരേനെയൊക്കെ കണ്ട് കുറെ വർത്താനം പറഞ്ഞ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഫുഡ് കഴിക്കുകയാണ് കേട്ടാ. നമ്മുടെ മീ ചേച്ചി, ഷെലീജ ചേച്ചി, അംബിക ചേച്ചി, റോസ് ചേച്ചി. കഴിച്ചോ നിങ്ങൾ കഴിക്കണ വേണം എനിക്ക് ലൊത്തിയെടുക്കാൻ. അറിയാതെ കഴിക്കണേരുന്ന്. എനിക്ക് അതാണ് വേണ്ടത്, ഒറിജിനൽ. നമ്മുടെ പുഷ്പി ചേച്ചി അല്ലേ എന്റെ സബ്സ്ക്രൈബർ. അല്ല എല്ലാവർക്കും നാണമാണ്. നമ്മുടെ കർമ്മിലി ആന്റി അല്ലേ, കണ്ട കർമ്മിലി ചേച്ചി മാത്രം ഒന്നും പറയാനില്ല. റിന്ദ ചേച്ചി നോക്കണില്ല. റിന്ദ ചേച്ചി മൈൻഡേ ഇല്ല. മേഴ്സി ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവര് മാച്ചിങ് ആയിട്ടായിട്ട് എവിടെ പോവുള്ളൂ അല്ലേ. എവിടെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ത്? ആ ചേട്ടാ എന്തായി? കഴിച്ചോ എന്റെ ട്യൂഷൻ സാറാണ് എപ്പോഴും തല്ലല്ലായിരുന്നു. മുട്ടുത്തിരിച്ച പണിഷ്മെന്റ് ആയിരുന്നു. അല്ല ഇഷ്ടമല്ലേ? കാണോട്ട് ആന്റി വീഡിയോ ഇടൂട്ടാ. കാണട്ടെ. നിങ്ങൾ എന്താ ഫോട്ടോ എടുക്കാനൊന്നും ചെല്ലാത്ത? ചേച്ചിയല്ലേ വിളിച്ച് ചെല്ലണ്ടത് അങ്ങോട്ടൊക്കെ. അണ്ണനെ വൈ ചേച്ചി എന്താ പോകാത്ത? ഹസ്ബൻഡിനെ വിളിച്ചു അല്ല ഇതിന്. അപ്പൊ ഞങ്ങള് കഴിക്കാനിരിക്കാണ് കേട്ടാ. എല്ലാവരും പോയി. ഇനി ഞങ്ങള് മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട്. ഞങ്ങള് വേഗം കഴിക്കട്ടെ. വിനായകയുടെ സദ്യ എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരിക്കുമല്ലോ. ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ചോറിട്ടാ മതി കേട്ടാ. ആ മതി. ഇനി ഞാൻ വേണമെങ്കിൽ എടുത്തോളാം ഇതൊക്കെ. ആ കുറച്ച് വെച്ചൊരു സാമ്പാർ വേണോ? അതെ അവിടെ അമ്മയ്ക്ക് ഇരിക്കുന്നുണ്ട്. ആകെ ഒരു പാത്രം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ പായസത്തിന്. ചെയ്തിട്ട് അത് നോക്കിയാ മാവ് കാണിച്ചു കൊടുത്ത്. എന്താണിത്? നല്ല രസമല്ലേ? നോക്കിയാ നല്ലൊരു ഷേപ്പിലല്ലേ അത് വന്നേ. ഭയങ്കര ഭംഗി കാണാനായിട്ട്. നോക്കിക്ക് ഇവിടെ മൊത്തം മരങ്ങളും പിന്നെ കുളവും. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സിറ്റിയുടെ അകത്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമത്?
ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഫുള്ള് എനിക്ക് മാവാണ് കാണുമ്പോ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. എന്ത് ഭംഗിയാ, അതിനൊരു എന്താ ഷേപ്പും ഭയങ്കര തടി ഭയങ്കര വണ്ണവുമാണ് കേട്ടാ. അതും മാവാണ്. എനിക്കോട് വെട്ടി അതിന്റെ കമ്പൊക്കെ നിർത്തണുണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാനൊരു കുളം കാണിച്ചു തരാട്ടാ. ബാ ഇത് നോക്കിയേ, കുളം നോക്കിയേ, എന്ത് രസോ കാണാൻ. എന്നെ ചെയ്തിട്ട് അവിടെ കൂടെ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ഇത് അമ്പലത്തിന്റെ കുളമാണ് ഏത് കേട്ടാ. നല്ല രസം. ഏത് അമ്പല? എന്ത് രസോ കാണാനായിട്ട്. ഇത് ഏതോ ഒരു നാട്ടിൻപുറം പോലെ തോന്നണില്ലേ കണ്ടിട്ട്. എറണാകുളം ശ്രീ അല്ല ശേ ഞാനതൊക്കെ നോക്കണില്ല എവിടെയാണ്. എളംകുളം ശ്രീ വിഷ്ണു ശാസ്ത്ര ക്ഷേത്രം. ഞാൻ പറയൂല. എളംകുളം ശ്രീ വിഷ്ണു ശാസ്ത ക്ഷേത്രം അതാണ് കേട്ടാ. നല്ല രസമുണ്ട്. ആ അമ്പലത്തിന്റെ കുളമാണ് കേട്ടത്. പിന്നെ അതേ പൂവുണ്ട, മന്ദാരമാണത്. തുളസി, ശംഖുപുഷ്പമൊക്കെ കണ്ടില്ലേ. ഇത് കണ്ട ചെയ്തിട്ട് ഇതിനെന്താ പറയാ, ഇതിനെന്താ പറയൂലോ, എനിക്ക് പേര് മറന്നു ഇത് ഈ ചെടിയുടെ പേര്. ഇത് കണ്ട, ഇത് പൊട്ടിച്ചേമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പാല് ഉണ്ടാവും. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. പണ്ട് എന്റെ അമ്മയുടെ നാട്ടിലൊക്കെ പോകുമ്പോ ഇത് വിടരും പൂ. നല്ല രസാ കാണാനായിട്ട്. പേര് ഞാൻ മറന്നുപോയി. എന്താ പേരെന്ന് അറിയണവരൊന്ന് കമന്റ് ചെയ്യട്ടാ. പാസ് ചെയ്തട്ടാ. അതും അറിയില്ല. എന്തൊരു മുള്ളു പിടിച്ച ചെടി. പിന്നെ അത് ശംഖുപുഷ്പം കണ്ട, തുളസി, മന്ദാരം, ഫുള്ള് നല്ല രസം. എനിക്ക് കുളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയാണ്. ബാക്കി വന്ന പോയപ്പോ പാത്രമൊക്കെ ഞാനാണ്. ദൈവം, ദീപ ചേച്ചി വന്നിട്ടില്ല, അവരൊക്കെ അറിഞ്ഞിട്ടില്ല. നമ്മളെ ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ടായി നമ്മുടെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും. മോനെ, ചേച്ചിയമ്മ ഉണ്ടെങ്കിൽ വരാൻ പറയോടാ. പോയാ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാലേ പരിപാടിയിലും കൂടി ബാലൻസ് വന്ന ഭക്ഷണവും എടുത്ത് അത് യൂട്യൂബിലൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് സംതൃപ്തി. നമുക്ക് കൊണ്ടുപോകാലോ കുറച്ച്. ഇതിൽ നമുക്ക് ഇതാക്കാം പരിപ്പ് പായസം. ഇത്രയും ബാലൻസ് വന്നേക്കണം കേട്ടാ. നമ്മുടെ അത്രയും വലുതായിട്ടൊന്നും ബാക്കി വന്നിട്ടില്ല. അടിപൊളി പായസമാണ് കേട്ടാ. വിനായകയുടെ പായസം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. പരിപ്പ് പായസം ആൻഡ് പാലട. അയ്യോ, ഇനി അടുത്തത് ചോറ് എടുക്കണ മനുഷ്യേട്ടാ. ചോറ് വേണ. ഇതൊക്കെ എടുക്കാല്ലേ മനുഷ്യേട്ടാ. ഇതിന്റെ പേരെന്താ? ആ, ഇത് മധുരക്കറിയാ. മുന്തിരിയൊക്കെ കണ്ടു ഞാൻ. വെള്ളം ഉണ്ടാ മനുഷ്യേട്ടാ? വെള്ളം ഉണ്ടോ മനുഷ്യേട്ടാ? അതെടുക്കണോ? അതെന്തിലാ എടുക്ക? സാമ്പാർ എടുക്കട്ടെ? എന്താ? അല്ല, എനിക്കതൊന്നും വേണ്ട. എനിക്ക് ആകെ പായസം മാത്രം മതി. ആണല്ലേ? പാത്രം ഇല്ല കേട്ടോ അതിനൊന്നും. ഇത് കാളൻ. ലച്ചു ഇത് എടുത്തിട്ട് വാടി. ടിഷ്യൂ പേപ്പർ എന്താ വെച്ച് നിറയെ എടുക്കണമെങ്കിൽ പാത്രം ഉള്ള പാത്രത്തിൽ ഞാൻ എടുക്കണുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോ ഹെൽപ്പ് ചെയ്യാൻ വരാം. കള്ളിപ്പെണ്ണേ. ചേട്ടന്റെ കൂട്ടുകറി എടുക്കണ? ചേട്ടാ, ഇതേ അവിയലെടുക്കാൻ പാത്രം ദേ ഇതിലുണ്ട്. ഇല വേണ്ട, ഇത് ഇതിലെടുത്താലോ അവിയല്? ആര് കൊണ്ടുപോകുന്നാവോ? ചോറ് ഞാൻ എടുത്തില്ല. ചോറ് എടുക്കണോ? ഇതെടുക്കാൻ പോണ അവിയല്. ചോറ് വേണ്ടല്ല. അതില് മനുഷ്യന് മസാലക്കറി എടുക്കാൻ പറഞ്ഞ.